വാങ്ങിയിട്ട് 4 മാസമായില്ല, അപ്പോഴേക്കിതാ വഴി കിടക്കണം. എനിക്ക് ആ ബ്രോക്കർ സദാശിവനൊന്ന് എൻ്റെ കയ്യിലങ്ങോട്ട് കിട്ടിയാലേ റേഞ്ചില്ലല്ലോ. വന്നു ഇനിയിപ്പോ എന്ത് ഇതിൻ്റെ പറശ്ശിനി കടവ് മുത്തപ്പാ. ഏത് നേരത്താണ് മനുഷ്യർ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങാൻ തോന്നിയത്? എന്താ സാറേ പ്രശ്നം? മുല്ലപ്പെരിയാർ പ്രശ്നം. അതിനാണല്ലോ വണ്ടിന്റെ ബോൺ തുറന്നു നോക്കുക. എന്താ പ്രശ്നം ഞാനൊന്ന് നോക്കട്ടെ. ഞാനൊന്ന് നോക്കട്ടെ എന്നോ? മോളെ, വീട് കയറി സോപ്പും ചീർപ്പും നോക്കുന്ന പരിപാടിയല്ലേ ഇത്? വണ്ടി സെക്കൻഡ് ഹാൻഡ് ആണല്ലേ? പക്ഷെ ഇതൊരു ഡോക്ടർ വണ്ടിയാ, പുത്തം പോലെ തന്നെയാ. വീട് വിട്ടാ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ വിട്ടാ വീട്, അത്രേ ഉള്ളൂ. പക്ഷെ ലക്ഷണം കണ്ടിട്ടേ വീട് വിട്ടാ ഹിമാലയം, ഹിമാലയം വിട്ടാ കന്യാകുമാരി എന്നുള്ള അവസ്ഥയാ. അതിനാകെ 10,000 കിലോമീറ്ററിൽ ഓടിയിട്ടുള്ളൂ. സാറേ, ഇത് ഡയറക്റ്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ വണ്ടിയാ. സാധാരണ ഇതിൽ പെട്രോളും ഡീസലും ഒന്നും ഇൻടേക്ക് വാൽവിന്റെ പിന്നിലേക്ക് വന്ന് വീഴുന്നില്ല. മിക്ക ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റങ്ങൾക്കും ഒരു കപ്പാസിറ്ററും ഒരു വോൾട്ടേജ് ഇൻവെർട്ടറും ഉണ്ടാകും. അത് ഉപയോഗിച്ച് ഏകദേശം 40 മുതൽ 100 വരെ വോൾട്ടേജ് ഉണ്ടാക്കാൻ ഈ സിസ്റ്റത്തിന് കഴിയും. ഇത്തരത്തിലുള്ള കാറുകൾ ഈ സിസ്റ്റം എന്തെങ്കിലും പ്രശ്നം ഡിറ്റക്ട് ചെയ്താൽ അത് സ്വയരക്ഷയ്ക്കായി ഇഞ്ചക്ടറും ഡ്രൈവറും ഒക്കെ സ്വിച്ച് ഓഫ് ആക്കും. ഒന്നും ചെയ്യാനില്ല. സർവീസ് സെന്ററിൽ നിന്ന് ആള് വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. സാധാ വർക്ക്ഷോപ്പരെ വിളിച്ച് നന്നാക്കാന്നുള്ള ഐഡിയ മറന്നേക്ക്. റേഞ്ച് കിട്ടണ്ടേ? റേഞ്ച് കിട്ടുന്ന സ്ഥലം വരുമ്പോ ഞങ്ങൾ വിളിച്ചു പറഞ്ഞോളാം. ശരി മോളെ. ഷീജെ, നീ ശരിക്കും മാരുതിയിലൊക്കെ പണിയെടുക്കേണ്ട ആളാ, അല്ലാതെ ഇങ്ങനെ ഞങ്ങളുടെ വീട് കയറി ഇറങ്ങി നടക്കേണ്ട ആളല്ലടോ. അതെ, ഷീജ ഇരിക്കേണ്ടത് ഒരു എഞ്ചിനീയറുടെ കസേരയിലാണ്. പക്ഷെ ഷീജയെ പോലെ ജീവിതത്തിൽ ആഗ്രഹിച്ച ഉയരം എത്തിപ്പിടിക്കാൻ കഴിയാത്ത എത്രയോ കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. കൃത്യസമയത്ത് അവരുടെ കഴിവുകൾ കണ്ടെത്തി അവർക്ക് വഴികാട്ടിയാൽ അവരുടെ ലോകം ഇന്ന് മറ്റൊന്നായേനെ. ഇനി മുതൽ കൊടുവള്ളിയിൽ ഷീജയെ പോലുള്ളവരുണ്ടാവില്ലെന്ന് ഉന്നതിയിലൂടെ നമുക്ക് ഉറപ്പാക്കാം. ഉന്നതി എന്ന പുതിയ ചിന്തയ്ക്കൊപ്പം എല്ലാവർക്കും അണിചേരാം.